Welcome, my dear students. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ അതിന്റെ ഇല്ലുസ്ട്രേഷൻ ഒന്നുകൂടി നോക്കാം. ഇല്ലുസ്ട്രേഷൻസ് തുടങ്ങുന്നതിന് മുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ് കാര്യമായിട്ട് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ നെറ്റ് ലോസ് ഉണ്ടെങ്കിൽ ആ നെറ്റ് ലോസും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്ണർ, കമ്മീഷൻ ടു പാർട്ട്ണർ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഡെബിറ്റ് സൈഡിൽ വരും. ഡിഫറൻസ് വരുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് ആണ്. അതിൽ ആദ്യമായിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലും ക്ലോസിംഗ് ബാലൻസും, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരികയുള്ളൂ. അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഭാഗമായി വരക്കുന്ന കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റോ ക്രെഡിറ്റോ ഏതാണോ തന്നത് അതിനനുസരിച്ച് ഓപ്പണിംഗ് ബാലൻസ് എഴുതും. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് പാർട്ട്നർ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് പ്രധാനപ്പെട്ടത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ വരാം. അടുത്തത് വരുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. Amit, Babu and Charu set up a partnership firm on 1st April 2015. They contributed 50,000, 40,000 and 30,000 respectively as their capitals and agreed to share profits and losses in the ratio of 3:2:1. Amit is to be paid a salary of 1,000 per month and Babu a commission of ₹5,000. It is also provided that interest to be allowed on capital at 6% per annum. The drawings for the year were Amit 6,000, Babu 4,000 and Charu 2,000. Interest on drawings of ₹270 was charged on Amit's drawings, ₹180 on Babu's drawings and 90 on Charu's drawings. The net profit as per profit and loss account for the year ended March 31, 2016 was 35,660. Prepare profit and loss appropriation account to show the distribution of profit among the partners. Appropriation account വരെയാ ഒരു എമൗണ്ട് കോളം മാത്രമേ വരേണ്ടതായിട്ടുള്ളൂ. ആദ്യം കാണിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. Profit and loss account for the year ending March 31, 2016 was 35,660. 35,660 ആണ് നെറ്റ് പ്രോഫിറ്റ്. അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 35,660 കാണിക്കും. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം ഏതൊക്കെ ആയിട്ടാണെന്ന് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം. Amit, Babu and Charu set up a partnership firm on April 1, 2015. They contributed 50,000, 40,000 and 30,000 respectively as their capitals and agreed to share profit and losses in the ratio of 3:2:1. Amit is to be paid a salary of 1,000 per month. Amitine ഒരു മാസം കൊടുക്കുന്ന സാലറി 1,000 ആണ്. ഒരു മാസത്തെ സാലറിയാണ് 1,000. നമുക്കിവിടെ ഒരു വർഷത്തെ സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു വർഷത്തെ സാലറി കിട്ടാൻ വേണ്ടി 1,000 into 12,000 ആയിരിക്കും അമിത്തിന് കൊടുക്കുന്ന ഒരു വർഷത്തെ സാലറി. അപ്പൊ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ സാലറി എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ഡെബിറ്റ് സൈഡിൽ അമിത് സാലറി എന്ന് പറഞ്ഞാൽ 12,000 rupees കാണിക്കും. ആൻഡ് ബാബു എ കമ്മീഷൻ ഓഫ് 5,000. ബാബുവിന് 5,000 rupees ആണ് കമ്മീഷൻ, ഇയർലി കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം 5,000 ആണ്. ഇപ്പോൾ ബാബുസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് 5,000 രൂപ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ്
ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് 6% പെർ ആനം. ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്നത് 6%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാപിറ്റൽ 50,000ന്റെ 6%, 40,000ന്റെ 6%, 30,000ന്റെ 6%. 50,000 6% എന്ന് പറയുന്നത് 3,000 റുപ്പീ. 40,000 6% 2,400. 30,000 6% 1,800. അതൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. The drawings for the year were Amit 6,000, Babu 4,000 and Charu 2,000. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കൂ, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ വരും, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് റുപ്പീസ് 270 വാസ് ചാർജ്ഡ് ഓൺ അമിത് ഡ്രോയിങ്സ്, 180 ഓൺ ബാബുസ് ഡ്രോയിങ്സ് ആൻഡ് 90 ഓൺ ചാരുസ് ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. 3 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. The net profit for as per profit and loss account for the year March 31, 2016 was 35,660. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം തന്നെ എഴുതി. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എല്ലാ ഐറ്റവും ആയി കഴിഞ്ഞു. അടുത്തത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഡിഫറൻസ് കിട്ടുന്നത് നമ്മൾ 3:2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 12,000 റുപ്പീസാണ്. ഈ 12,000 റുപ്പീസ് 3:2:1 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6,000, 4,000, 2,000 ആയിട്ട് കിട്ടും. ഇതോടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ പറയുന്നത് അമിത്, ബാബു ആൻഡ് ചാരു സെറ്റപ്പ് എ പാർട്ണർഷിപ്പ് ഫേം ഓൺ 1 April 2015. അവർ പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് എഴുതുന്നതിന് പകരം ബൈ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കുക. 50,000, 40,000, 30,000. ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എമൗണ്ടിന് 3 കോളം വീതം ഡെബിറ്റിലും ക്രെഡിറ്റിലും പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് 50,000, 40,000, 30,000. And agreed to share profit and loss in the ratio of 3:2:1. Amit is to be paid a salary of 1,000 per month. അമിത്തിന് 1,000 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് 12,000 റുപ്പീസ് വരും. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബൈ സാലറി, അമിത് കോളത്തിൽ 12,000, ബാബു എ കമ്മീഷൻ ഓഫ് 5,000. നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക കമ്മീഷൻ, ബാബുവിന്റെ കോളത്തിൽ 5,000. It is also provided that interest to be allowed on capital at 6% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 6%, 3,000. 40,000 6%, 2,400. 30,000 6%, 1,800. അടുത്തത് the drawings for the year were Amit 6,000, Babu 4,000, Charu 2,000. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 6,000, 4,000, 2,000. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ 270, 180, 90. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കിട്ടിയിരുന്ന ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് 12,000 റുപ്പീസാണ്. അത് 6,000, 4,000, 2,000 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. അത് ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 6,000, 4,000, 2,000. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം അമിത്തിന്റെ കോളം ടോട്ടൽ ചെയ്യുക. അത് കിട്ടുന്നത് 71,000. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതാണ് കൂടുതൽ കിട്ടുന്നത് 71,000. ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 64,730. അതിനുശേഷം ബാബുയുടെ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുക 51,400. അത് തന്നെ ഡെബിറ്റ് സൈഡിലും കാണിക്കുക. ഡിഫറൻസ് ആയിട്ട് വരുന്നത് 47,220. അതിനുശേഷം ചാരുയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക 33,800. ഡിഫറൻസ് ആയിട്ട് വരുന്നത് ബാലൻസ് ആയിട്ട് വരുന്നത് 31,710. അത് ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക 64,730, 47,220, 31,710. ഇത്രയാണ്
ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. കഴിഞ്ഞ ഇല്ലുസ്ട്രേഷനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമായിരുന്നു. അടുത്ത ഇല്ലുസ്ട്രേഷനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. Rajan and Sajan are partners in a firm sharing profits in the ratio of 2:1. The balance in their capital and current account as on 1st January 2019 were as under. Capital account 40,000, 30,000. Rajan 40,000, Sajan 30,000. Current account credit balance ആണ്. രണ്ടുപേരുടെയും ക്രെഡിറ്റ് ബാലൻസ് ആണ് 8,500 7,000. It is provided in the partnership deed that Rajan is to be paid a salary of ₹400 per month and Sajan is to be given a commission of 3,500 for the year. Interest on capital is to be allowed at 8% per annum. The drawings of Rajan and Sajan for the year were 4,000 and 1,500 respectively. Interest on drawings were 125 and 75 respectively. The net profit of the firm before making these adjustments was 16,400. Prepare profit and loss appropriation account, capital account and current account. ഇതിൽ ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരിക. നേരത്തെ വരച്ചതുപോലെ തന്നെ ആദ്യം നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ബിഫോർ മേക്കിംഗ് ദീസ് അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് 16,400. അപ്പൊ അതിന് തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ് 16,400 കാണിക്കും. നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് അതാത് അക്കൗണ്ടിൽ മാത്രമേ വരൂ, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല. ഇറ്റ് ഈസ് പ്രൊവൈഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ് ദാറ്റ് രാജൻ ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 400 per month. രാജന് 400 രൂപ ഒരു മാസം കൊടുക്കണം. ഒരു വർഷം കൊടുക്കേണ്ടത് 4,800 ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സാലറി രാജൻ 4,800. സാജന് കമ്മീഷൻ കൊടുക്കണം 3,500. സാജൻ ഇസ് ടു ബി ഗിവൺ എ കമ്മീഷൻ ഓഫ് 3,500. അപ്പൊ അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക കമ്മീഷൻ സാജൻ 3,500. അതൊരു വർഷത്തേക്കാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ടു ബി അലൗഡ് അറ്റ് 8% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ്. അപ്പൊ അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 40,000ന്റെ 8%, 30,000ന്റെ 8%. അതാണ് അവരുടെ ക്യാപിറ്റൽ. ഇപ്പോൾ 40,000ന്റെ 8% എന്ന് പറയുമ്പോൾ 3,200, 30,000ന്റെ 8% 2,400. രണ്ടും ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ദി ഡ്രോയിങ്സ് ഓഫ് രാജൻ ആൻഡ് സാജൻ ഫോർ ദി ഇയർ വേർ 4,000 and 1,500 റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ വരൂ, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ 125 and 75. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ്. ഇപ്പൊ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 125, 75. ഇതോടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ വരുന്നത് 16,600. അതിനുശേഷം അത് ബാലൻസ് ആയിട്ട് വരുന്നത് 2,700. ഈ 2,700 rupees ബാലൻസ് കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബിക്കോസ് ദേ ആർ മെയിൻറ്റെയിനിങ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാലൻസ് കറണ്ട് അക്കൗണ്ടിൽ 2:1 എന്ന് പറയുന്ന അവരുടെ അഗ്രീഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുക. അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും രണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 കോളം കൊടുക്കുക. രാജനും സാജനും വേണ്ടി എമൗണ്ട് കോളം ഡെബിറ്റിലും ക്രെഡിറ്റിലും കൊടുക്കും. ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് 40,000 രൂപയാണ്. അത് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ബാലൻസ് ബ്രോഡ് ഓൺ 40,000, 30,000. വേറെ അഡീഷണൽ ക്യാപിറ്റലോ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലോ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയാത്തത് കൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ 40,000. ആദ്യം രാജന്റെ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുക 40,000. അതിനെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. അതിന് ബാലൻസ് ആയിട്ടും വരും 40,000. നെക്സ്റ്റ് സാജന്റെ 30,000. അതിന് ബാലൻസ് ആയിട്ടും വരും 30,000. എന്നിട്ട് അത് ബ്രോഡ് ഓൺ ചെയ്യുക. ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ 40,000, 30,000. നെക്സ്റ്റ് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് ആണ്. കറണ്ട് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ 2 കോളം വീതം പ്രൊവൈഡ് ചെയ്യുക. ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് കോളംസ്. കറണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പറയുന്നത് 8,500 7,000 ആണ്. രണ്ടും ക്രെഡിറ്റ് ബാലൻസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് 8,500, 7,000
രേഖപ്പെടുത്തും. പിന്നെ ഇറ്റ് ഈസ് പ്രൊവൈഡ് ദ പാർട്ണർഷിപ്പ് ഡീഡ് ദാറ്റ് രാജൻ ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 400 per month. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞ് രാജന്റെ കോളത്തിൽ 4,800 കാണിക്കുക. 400 into 12 months ആണ്. നെക്സ്റ്റ് സാജൻ ഈസ് ടു ബി ഗിവൺ എ കമ്മീഷൻ ഓഫ് 3,500 ഫോർ ദി ഇയർ. സാജന് 3,500 രൂപ ഒരു വർഷം കമ്മീഷൻ കൊടുക്കണം. അത് കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. കമ്മീഷൻ സാജന്റെ കോളത്തിൽ 3,500. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 8% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8% ആണ്. അതും കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000 8%, 3,200, 30,000 8%, 2,400. Drawings of Rajan and Sajan for the year were 4,000 and 1,500 respectively. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഡെബിറ്റ് സൈഡിലെ ഡ്രോയിങ്സ് 4,000, 1,500. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 125 and 75. അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 125 and 75. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയത് 2,700 റുപ്പീസാണ്. ഈ 2,700 റുപ്പീസ് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. രാജൻ 1,800, സാജൻ 900. അത് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1,800, 900. അതിനുശേഷം കറണ്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. രാജൻ്റെ കറണ്ട് അക്കൗണ്ട് കിട്ടുന്നത് 18,300. അത് തന്നെ ഡെബിറ്റിൽ എഴുതുക. ബാലൻസ് 14,175. സാജൻ്റെ ടോട്ടൽ കിട്ടുന്നത് 13,800. ബാലൻസ് 12,225. അതിനുശേഷം ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക. 14,175, 12,225. Third illustration. Amitabh and Babul are partners sharing profits in the ratio of 3:2 with the capitals of 50,000 and 30,000 respectively. Interest on capital is agreed at 6% per annum. Babul is to be allowed an annual salary of 2,500. During the year 2016-17, the profit prior to the calculation of interest on capital but after charging Babul's salary amount rupees 12,500. A provision of 5% of the profit is to be made in respect of commission to the manager. Prepare profit and loss appropriation account showing the distribution of profit and partners capital account for the year ending 31st March 2017. ഈ ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. ഒന്നെന്ന് പറയുന്നത് പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് prior to the calculation of interest on capital but after charging Bubble's salary amount rupees 12,500. ബബിളിന്റെ സാലറി ആയ 2,500 രൂപ എഴുതിയതിന് ശേഷമുള്ള ലാഭമാണ് നമുക്ക് തന്നത് 12,500. നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം എത്രയാണോ പ്രോഫിറ്റ് കിട്ടിയത് അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് ബബിളിന്റെ സാലറി എഴുതിയതിന് ശേഷം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ് 12,500. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ബബിൾ സാലറി ആണ്. ഇപ്പോൾ ബബിളിന്റെ സാലറി എഴുതിയതിന് ശേഷം കിട്ടിയ ലാഭമാണ് നമുക്ക് തന്നത് 12,500. അപ്പോൾ അത് എഴുതുന്നതിന് മുന്നേയുള്ള ലാഭം എന്ന് പറയുന്നത് 12,500 പ്ലസ് 2,500 15,000 രൂപയായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ ലാഭം. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയുമ്പോൾ നമ്മൾ 15,000 രൂപയാണ് കാണിക്കേണ്ടത്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് അതാണ് സാധാരണ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാനേജേഴ്സ് കമ്മീഷനാണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 15,000 ആണ്. ഈ 15,000ന്റെ 5% മാനേജർക്ക് കമ്മീഷൻ കൊടുക്കണം. മാനേജർക്കാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്, പാർട്ട്ണർക്കല്ല. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കണ്ടൂ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് കാണിക്കേണ്ടതില്ല. കാരണം ഈ കമ്മീഷൻ എന്ന് പറയുന്നത് പാർട്ട്ണറുടെ കമ്മീഷൻ അല്ല, മാനേജറുടെ കമ്മീഷനാണ്. മാനേജർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മേ ബി അനദർ പേഴ്സൺ, പാർട്ട്ണർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബൈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15,000 രൂപ. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഗ്രീഡ് അറ്റ് 6% per annum.
ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക 6%, 50,000 6%, 3,000, 30,000 6%, 1,800, 50,000 6%, 3,000, 30,000 6%, 1,800. അതിനുശേഷം ബബിൾ ഈസ് ടു ബി അലൗഡ് ആൻ ആനുവൽ സാലറി ഓഫ് 2,500. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സാലറി ബബിൾ 2,500. ദി പ്രോഫിറ്റ് പ്രയർ ടു അത് നമ്മൾ ചെയ്തു. പിന്നെ വരുന്നത് മാനേജേഴ്സ് കമ്മീഷനാണ്. 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് 15,000 റുപ്പീസ് ആണ്. 12,500 പ്ലസ് 2,500. ഇപ്പോൾ 15,000 റുപ്പീസിന്റെ 5% മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇപ്പോൾ 15,000 റുപ്പീസിന്റെ 5% എന്ന് പറയുന്നത് മാനേജേഴ്സ് കമ്മീഷനായിട്ട് വരുന്നത് 750 റുപ്പിയാണ് വരിക. അതിനുശേഷം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. 15,000 റുപ്പീസ് ടോട്ടൽ വരും. ഡിഫറൻസ് ആയിട്ട് വരുന്നത് 6,950. ഈ 6,950 നമ്മൾ പറഞ്ഞിരിക്കുന്ന എഗ്രീഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 3:2 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റേഷ്യോ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 3:2 പറഞ്ഞതുകൊണ്ട് 6,950 ഇൻറ്റു 3/5 4,170, 6,950 ഇൻറ്റു 2/5 2,780. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അടുത്ത് നമുക്ക് വരക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക 50,000 ആൻഡ് 30,000. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണ്. 3,000, 1,800. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 3,000 1,800. അതിനുശേഷം ബബിൾ ഈസ് ടു ബി അലൗഡ് ആൻ ആനുവൽ സാലറി ഓഫ് 2,500. ബബിളിന് 2,500 രൂപ സാലറിയാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സാലറി ബബിളിന്റെ കോളത്തിൽ 2,500. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ അങ്ങനെയുള്ള ഒന്നും തന്നെ തന്നിട്ടില്ല. ഇത്രയും ഐറ്റം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് തന്നിരിക്കുന്ന ബാലൻസ് എത്രയാണോ ആ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ലാഭമാണ്, ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ 4,170, 2,780. അത് ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. അമിതാഭിന്റെ ക്യാപിറ്റൽ 57,170 ടോട്ടൽ കിട്ടി. അത് തന്നെയാണ് ബാലൻസ് ആയിട്ട് വരുന്നത്. കാരണം ഡെബിറ്റ് സൈഡിൽ വേറെ ഐറ്റം ഇല്ല. ബബിളിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 37,080. അത് തന്നെ ടോട്ടലും അത് തന്നെ ബാലൻസ് ആയിട്ട് വന്നു. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബ്രോഡ് ഡൗൺ ചെയ്യുക. 57,170, 37,080. ഇതിലാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കുകളിലുള്ളത് ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.